നമുക്കൊരു പരിപ്പ് ദോശയ്ക്കുള്ള സാധനങ്ങളാട്ടോ. ഒരു നാഴി ഇഡ്ലിപ്പൊന്നി, ഇഡ്ലി അരി പറയുമല്ലോ, ആ ഒരു നാഴി അരി. അത് ദെൻ ഇതിൽ കുറച്ച് ഉഴുന്ന്, കുറച്ച് തുമരപ്പരിപ്പ്, കുറച്ച് ചുമന്ന പരിപ്പ്, കുറച്ച് ചെറുപയർ പരിപ്പ്, ഉലുവ, ഇതെല്ലാം ഇതിൽ കുതിർത്തി വെച്ചു. ഒരു അരനാഴി ആ സാധനങ്ങളുണ്ടായിരുന്നു, അത് കുതിർത്തി ഇരിക്കുന്നതാട്ടോ. പിന്നെ ചെറുപയർ, വെള്ളക്കടല, കറുത്ത കടല, ദെൻ വെള്ളപ്പയർ, വെള്ളക്കടല, ചെറുപയർ, വെള്ളപ്പയർ, വെള്ളക്കടല, ചുമന്ന കടല, അതെല്ലാതും കൂടി ഒരു അരനാഴി. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒരു നാഴി. ഇത് പച്ചരി പറഞ്ഞാൽ ഇഡ്ലിപ്പൊന്നി, അത് ഒരു നാഴി കേട്ടോ. ഇത് ഒന്നിച്ച് അരയ്ക്കുക. ആ അരയ്ക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, അതും കൂട്ടി കുറച്ച് മഞ്ഞളും കൂട്ടി ഒന്നിച്ച് അങ്ങോട്ട് അരയ്ക്കുക. ഇൻസ്റ്റൻറ്റ് ദോശയായിട്ടും ഉണ്ടാക്കാം, പുളിപ്പിച്ച് പിറ്റേ ദിവസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് കരിവേപ്പിലയും, കുറച്ച് മഞ്ഞളും, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, അല്ലെങ്കിൽ ചുമന്ന മുളക് ഒരു ലേശം കൂട്ടിയിട്ട് അരയ്ക്കാം. അധികം വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഇത് ചേർത്ത് അരയ്ക്കണം കേട്ടോ. കൂടുതൽ വെള്ളമായാൽ നമുക്കതിൻ്റെ ആ കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ആദ്യം തന്നെ അരയ്ക്കുക, പിന്നെ അരവും നന്നാവില്ല. പിന്നെ നമ്മൾ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക കേട്ടോ. ഇപ്പം കണ്ടോ, മാവ് എല്ലാം കൂട്ടി വെച്ച് ഒരു ലൈറ്റ് യെല്ലോ കളറില്ലേ. അപ്പോൾ ഇഞ്ചി, കരിവേപ്പില, വെള്ളക്കടല, ചുമന്ന കടല, ചെറുപയർ, വെള്ളപ്പയർ, ദെൻ ചുമന്ന പരിപ്പ്, തോരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ഉഴുന്ന്, ഉലുവ, അതെല്ലാം കൂടി നാഴി, അരി നാഴി. ഇനി കരിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വേറെ കേട്ടോ. ഇനി ഒരു ലേശം കായം. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെന്നുവെച്ചാൽ പുളി വേണമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒരു ലേശം തൈര് കൂട്ടാം. ഇല്ല, പുളി അങ്ങനെ വേണമെന്നില്ലാത്തവരാച്ചാൽ വെറുതെ ദോശ നെയ്മയം പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. ഇതാ ഒരു ലേശം കായം, ഒരു ലേശം കായം, ഇനി മഞ്ഞൾപ്പൊടി. ഇത് ഈ പരിപ്പുകളുടെയൊക്കെ ആ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കായവും ഇഞ്ചിയും കരിവേപ്പിലയും ചേർക്കണത് കേട്ടോ. കണ്ടോ, വെള്ളുള്ളി ചേർത്താൽ ഇത് പിറ്റേ ദിവസത്തേക്കൊക്കെ ഒരു മണം തോന്നി. അപ്പോൾ അതിന് പകരം നമ്മൾ കായം, ഇഞ്ചി, കരിവേപ്പില, അപ്പോൾ ഗ്യാസ് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിന് നല്ല തക്കാളി ചട്നി ഉണ്ടാക്കുക, വെള്ളുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ചട്നി ഉണ്ടാക്കുക. അപ്പോൾ വലിയ ഗ്യാസ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല വയറിന്. നല്ലതാണ്, ഇനി നല്ല പ്രോട്ടീൻ റിച്ച് ദോശയാണ്. ഓക്കെ, ഇനി ദോശ ഉണ്ടാക്കി കാണിക്കാം. കണ്ടോ, ഇങ്ങനെ മറിച്ചിട്ടിട്ടില്ല അത് കേട്ടോ. ഇനി വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് കാണിക്കാം. അപ്പോൾ അതാ ഞാൻ ഈ മാവിൽ ഉപ്പിട്ട് ഇളക്കി. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണം കേട്ടോ, അല്ലാണ്ട് ഇത് ചേർക്കുന്നില്ല, തൈര് ചേർക്കുന്നില്ല. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ലേശം നെയ്മയം പുരട്ടി ദോശ പരത്തി. ഇനി ഇതിനെ മടക്കിയിടുന്നില്ല, വേണമെങ്കിൽ മാത്രം മറിച്ചിടുന്നില്ല, വേണമെങ്കിൽ മറിച്ചിടാം. ഇപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അത് ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഫുൾ ഫ്ലെയിമിലാക്കാം, എന്നിട്ട് അതിനെ സൈഡിൽ നിന്ന് എടുക്കാം, വേണമെങ്കിൽ മറിച്ചിടാം. അപ്പോൾ മറിച്ചിടേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് നല്ല ദോശയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ തക്കാളി ചട്നി ഉണ്ടാക്കി. എന്നിട്ട് കടുക്, ഉഴുന്ന് പരിപ്പ്, ഇതിന് കരിവേപ്പിലൊക്കെ നന്നായി വറുത്തിട്ടു. ഇനി ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഉള്ളിയും കൂടി അരച്ചത് ഒന്ന് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു, ഒരു ചൂട് കിട്ടാൻ. ഇനി ഇതും ദോശയും. അപ്പോൾ ഇത് രണ്ടാമത് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ കനം കുറഞ്ഞ് നല്ല ക്രിസ്പിയായി വരും ചെയ്യേ. അപ്പോൾ അതാ മറിച്ചിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി വേണമെച്ചാൽ അങ്ങനെ മറിച്ചിട്ടിട്ട് ഈ പുറം കൂടി ഒന്ന് ഇതാവണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറിച്ചിടാം. പക്ഷേ സാധാരണഗതിയിൽ മറിച്ചിടേണ്ട ആവശ്യമില്ല. ബാക്ക് സൈഡ് നല്ല ക്രിസ്പിയാണ്, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അതാ ശരിക്കും നല്ലത്. പരിപ്പ് നന്നായി കുതിർന്ന് അരിഞ്ഞതാണല്ലോ.
കനം കുറച്ച ദോശയായിട്ട് ഉണ്ടാക്കാം. കാരണം ഈ അപ്പം തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ, പുളിച്ച ദോശയൊന്നുമല്ല. ഓക്കേ, നല്ല തക്കാളി ചട്നി പരിപ്പ് ദോശ.